സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികളെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ഉടമ തന്റെ വാക്കുകൾ വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പറഞ്ഞു. കുട്ടികളുടെ നേതൃത്വം രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ അയച്ച ഒരു സന്ദേശത്തിലെ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. യാതൊരുവിധ ദുശ്ചിന്തയും അതിന് പിന്നിലുണ്ടായില്ല എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. ചില വിഭാഗങ്ങളെ വേദനിപ്പിച്ചതായി ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇതാരെയും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെയുള്ള പരാമർശം ഞാൻ പിൻവലിക്കുന്നു. ഇനിയും നാടിൻ്റെ ഒത്തൊരുമയ്ക്കായി എല്ലാ വിഭാഗങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാകും എന്നുറപ്പ് നൽകുന്നു. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ലെവിൻ, സംഭവം വിവാദമായെങ്കിലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ഇപ്പോൾ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാദമാവുകയും SFI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്താൻ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയും തീരുമാനവും ഒക്കെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഖേദപ്രകടനം നടത്തുന്നത്. മാള ഇന്റർനാഷണൽ സൈനിക് സ്കൂളിലെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും അതോടൊപ്പം CBSE സ്കൂളുകളുടെയും ഉടമസ്ഥനായി ഇദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും CBSE സ്കൂളുകളുടെയും സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾക്കെതിരെ അവരുടെ രക്ഷിതാക്കൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്. സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അടുത്ത പ്രവൃത്തി ദിവസം ക്ലാസ്സിൽ കയറണമെങ്കിൽ തന്റെ അനുമതിയില്ലാതെ നടക്കില്ല എന്നുമായിരുന്നു ആദ്യഘട്ടത്തിലെ പരാമർശം. ഇത് വിവാദമാവുകയും നമ്മൾ അത് വാർത്തയാക്കി ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഈ രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം വന്നത്. ചില വികൃതമായ മനസ്സുള്ള രക്ഷിതാക്കളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ വിവാദമാണെന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഭരണഘടനയും മതേതരത്വവും ദേശീയതയും ഒന്നും തന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാടുമായിരുന്നു രണ്ടാമത് നടത്തിയ പ്രതികരണത്തിൽ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ ഇദ്ദേഹം പങ്കുവെച്ചത്. എന്നാൽ സംഭവത്തിന് പിന്നാലെ പരാതി നൽകുകയും അതോടൊപ്പം തന്നെ SFI പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ശക്തമായി. ഈ സാഹചര്യത്തിലാണ് ഖേദപ്രകടനവുമായി ഡോക്ടർ രാജു ഡേവിസ് വീണ്ടും സന്ദേശം അയച്ചത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ഈ സന്ദേശം. സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികളെ പാകിസ്ഥാനിൽ അയക്കണമെന്നുള്ള പരാമർശത്തിലാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. തന്റെ വാക്കുകൾ ആർക്കെങ്കിലും ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഡോക്ടർ രാജു ഡേവിസ് പറയുന്നു. എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നും രാജു ഡേവിസ് പറയുന്നുണ്ട്. ഏതായാലും വിവാദ പ്രസ്താവനയിൽ ഖേദപ്രകടനം നടത്തിയ സാഹചര്യത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലുള്ള പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളും സംഘടനകളും ഒക്കെ അതിൽ നിന്ന് പിൻവാങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ പരാതികൾ പോലീസിന് പോയിട്ടുണ്ട്. ആ പരാതികളിൽ നിന്നും പരാതിക്കാർ പിൻവാങ്ങുമോ എന്ന കാര്യം കൂടി അറിയാനുണ്ട്. ശരി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.